അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒട്ടനേകം അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരനുഗ്രഹമാണ് മറവി എന്നുള്ളത്. ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും മറികടക്കാനും അതിജയിക്കാനും നമുക്ക് സാധ്യമാകുന്നത് മറവി എന്ന അനുഗ്രഹം നമുക്കുള്ളത് കൊണ്ടാണ്, നമുക്ക് ലഭിച്ചത് കൊണ്ടാണ്. എന്നാൽ എല്ലാം മറന്നുകളയാൻ പറ്റുമോ? മറവികളിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള മറവിയാണ് നമ്മുടെ സൃഷ്ടാവായ പ്രപഞ്ചനാഥനെ മറന്നുപോവുക എന്നുള്ളത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഏതെങ്കിലും ഒരാൾ കടുത്ത ധിക്കാരം കാണിക്കുന്നത് കണ്ടാൽ, അന്യായം പ്രവർത്തിക്കുന്നത് കണ്ടാൽ, അഹങ്കരിച്ചു നടക്കുന്നത് കണ്ടാൽ നാം അവരോട് പറയാറുണ്ട്, പടച്ചവനെ മറന്നു കളിക്കരുത് എന്ന്. അഥവാ പടച്ചവനെ ഓർമ്മയുള്ള ഒരാളുടെ ജീവിതത്തിൽ വിനയമുണ്ടാകും, അനുസരണമുണ്ടാകും, നന്മകൾ നിറഞ്ഞു നിൽക്കും എന്നാണ് അതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ അഖിലവും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർമ്മിക്കുവാനുള്ള മാർഗമാണ്. നമസ്കാരത്തെ സംബന്ധിച്ച് പ്രത്യേകമായി ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിനെ ഓർമ്മിക്കുവാൻ വേണ്ടിയാണ്, അവനെക്കുറിച്ചുള്ള ദിക്ർ നിലനിൽക്കുവാൻ വേണ്ടിയാണ് നമസ്കാരം എന്ന്. നമ്മുടെ എല്ലാ നേരത്തുമുള്ള പ്രാർത്ഥനകൾ അതിനു വേണ്ടിയാണ്. എല്ലാ നന്മകളും തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങണം എന്ന് നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലായ്പ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കണം എന്ന് നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രപഞ്ചനാഥനെ ഓർമ്മിക്കാൻ നമുക്ക് സാധ്യമാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും വിശുദ്ധമായി തീരും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദിക്ർ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഹൃദയ സാന്നിധ്യമില്ലാത്ത ദിക്ർ കൊണ്ട് പ്രത്യേകിച്ച് ഫലമില്ല. ഹൃദയം നിറയെ ദിക്റിനാൽ സമ്പന്നമാകണം. നാവും ചുണ്ടുകളും ദിക്ർ ചൊല്ലിക്കൊണ്ട് നനയണം. ആ ദിക്റിനോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് നിർത്താനും നമുക്ക് സാധിക്കണം. വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ നാം നിറങ്ങൾ മാച്ച് ചെയ്യുന്നത് എടുക്കാറുണ്ടല്ലോ. ഇതുപോലെ നമ്മുടെ ദിക്റിനോട് നമ്മുടെ കർമ്മങ്ങളെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ വളരെ മനോഹരമായ ഇഹലോക ജീവിതവും ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ള ഒരു പരലോക ജീവിതവും നമുക്ക് സാധ്യമാകും. എല്ലായ്പ്പോഴും പ്രപഞ്ചനാഥനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിതത്തെ വിശുദ്ധമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.